ഹൈ ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് ഒരു SLCയിലെ നമ്മുടെ പബ്ലിക് എക്സാമിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി ടൈം ടേബിൾ എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാൻ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സ്റ്റഡി ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഇന്ന് പണ്ടത്തെ പോലെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല സ്റ്റഡി ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. രാവിലെ എണീറ്റ് ചുമ്മാ പഠിക്കുന്ന ഒരു സാധനമല്ല സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ. കാരണം നമ്മളെ കറക്റ്റ് ടൈം ടേബിൾ വെച്ചിട്ട് പബ്ലിക് എക്സാമിന് ഇനി എത്ര ദിവസമുണ്ട്, ആ ദിവസത്തിൽ ഞാൻ ഏതൊക്കെ സബ്ജക്റ്റ് ഓരോ സമയത്ത് എങ്ങനെ പഠിച്ചാൽ എഫക്റ്റീവ് ആയിട്ട് പബ്ലിക് എക്സാമിൻ്റെ ഏറ്റവും അവസാനത്തെ 30-ാം തീയതി നടക്കുന്ന ബയോളജി പരീക്ഷ അല്ലേ, ഏറ്റവും 30-ാം തീയതി അല്ലെങ്കിൽ ലാസ്റ്റ് പരീക്ഷയിൽ 30-ാം തീയതി അല്ല 25-ാം തീയതി 29-ാം തീയതി ബയോളജി അല്ലെ, 29-ാം തീയതി നടക്കുന്ന ബയോളജി പരീക്ഷ വരെ എങ്ങനെ ഞാൻ കറക്റ്റ്, അതായത് ഈ വരുന്ന 1 മന്ത് മാർച്ചിൽ ഒരു മാസവും ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഫെബ്രുവരി 23-നാണ്. ഞാൻ 22 മുതലുള്ള പ്ലാനാണ് ഞാൻ സെറ്റ് ചെയ്തത്. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന 22-ാം തീയതിയാണ്, നിങ്ങളിലേക്ക് എത്തി 23-ാം തീയതിയാണ്. അപ്പോൾ 23-ാം തീയതി മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇത് ഫോളോ ചെയ്താൽ മതി. അതിൻ്റെ കറക്റ്റ് PDF സാധനം ഞാൻ താഴെ ഗൂഗിൾ ഫോമായി കൊടുക്കുന്നത്, നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക, പ്രിന്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ രീതിയിൽ ചെറിയ അറേഞ്ച്മെന്റ് ഒക്കെ വരും. അതിൽ എന്താണുള്ളത് ഞാൻ എന്ത് ചെയ്യാം, ആദ്യം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ എപ്പോഴും ഒരു സ്റ്റഡി ടേബിൾ നമുക്ക് വേണ്ടത്, നമ്മൾ ടൈം ടേബിൾ എപ്പോഴും നമ്മുടെ മുന്നിൽ വേണം. അപ്പോൾ നിങ്ങളിപ്പോൾ ശരിക്കും നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ഒരു സ്റ്റഡി റൂം, ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഇപ്പോൾ എൻ്റെ പേഴ്സണൽ റൂമാണ്, എൻ്റെ ബെഡ്റൂമാണ്. അപ്പോൾ ബെഡ്റൂമിൻ്റെ ചെറിയൊരു എൻ്റെ സ്പേസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സൂം ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ടേബിളും കാര്യങ്ങളും ഞാൻ എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണാമല്ലോ, പിന്നെ ചില തട്ട് പരിപാടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, പിൻ ചെയ്ത് വെക്കാം നിങ്ങളുടെ ടൈം ടേബിൾ. ഇപ്പോൾ ടൈം ടേബിൾ എപ്പോഴും നമ്മൾ പിൻ ചെയ്ത് വെക്കണം, കാരണം നമുക്ക് അറിയണം ഏതൊക്കെയാണ് പരീക്ഷ എന്നുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് കാണുന്ന ഈ PDF അല്ലെങ്കിൽ അത് ഞാൻ കൊടുത്ത കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും പ്രിന്റ് എടുത്ത് നിങ്ങൾ ചുറ്റും ഒട്ടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും അത്. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കുകയാണെങ്കിൽ മാർച്ച് 1-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ് പിന്നെ നമ്മുടെ പരീക്ഷ. 9 സബ്ജക്റ്റ്, ബാക്കി ഒരു സബ്ജക്റ്റ് IT-ന്റെ എക്സാം ഒക്കെ ഓൾറെഡി കഴിഞ്ഞു. 1-ാം തീയതി ലാംഗ്വേജ് ആണ്, 5-ാം തീയതി ലാംഗ്വേജ് ആണ്, പിന്നെ 9-ാം തീയതി ഇംഗ്ലീഷ് ആണ്, 11-ാം തീയതി സെക്കൻഡ് ലാംഗ്വേജ് ആണ്, 13-ാം തീയതി ഹിന്ദി, 16-ാം തീയതി മാത്സ്, 18-ാം തീയതി ഫിസിക്സ്, 23-ാം തീയതി സോഷ്യൽ, 25-ാം തീയതി കെമിസ്ട്രി, 30-ാം തീയതി ബയോളജി അല്ലേ. ഓൾമോസ്റ്റ് എല്ലാ എക്സാമിൻ്റെ ഇടയിൽ നമുക്ക് പഠിക്കാൻ സമയമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒരു പോസിറ്റീവ് സൈഡായിട്ട് എടുക്കണം, പഠിക്കാൻ സമയമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാൻ 5 നൈറ്റ് മുതൽ നോക്കുകയാണെങ്കിൽ 5 നൈറ്റ് 6, 7, 8-ാം തീയതി വരെ നമുക്ക് 4 ദിവസം സമയമുണ്ട് അല്ലേ. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് 9-ാം തീയതി കഴിഞ്ഞ് 11 സെക്കൻഡ് ലാംഗ്വേജ് ആണെങ്കിൽ 10, ഇംഗ്ലീഷ് കഴിഞ്ഞ് സെക്കൻഡ് ലാംഗ്വേജ് സമയം കുറവ് അല്ലേ. ഹിന്ദിക്കും തീരെ സമയമില്ല നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ മാത്സ് പഠിക്കാൻ നമുക്ക് 13, 14, 15 ഉണ്ട്, 3 ദിവസം ഉണ്ട്. പിന്നെ ഫിസിക്സ് പഠിക്കാൻ പിന്നെ 16, 17 2 ദിവസമേ ഉള്ളൂ. സോഷ്യൽ പഠിക്കാൻ കുറച്ചധികം സമയമുണ്ട് അല്ലേ, 18 ഉണ്ട്, 19 ഉണ്ട്, 20 ഉണ്ട്, 21, 22, 23 5 ദിവസം ആക്ച്വലി നിങ്ങൾക്ക് സോഷ്യൽ പഠിക്കാനുണ്ട്. അപ്പോൾ സോഷ്യലിനെ പറ്റി നിങ്ങൾ ഇപ്പോഴേ ചിന്തിക്കേ വേണ്ട. അതായത് ചിന്തിക്കേ വേണ്ട ഇൻ ദ സെൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ പഠിക്കാൻ സമയമുണ്ട്, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനൊക്കെ നമുക്ക് സമയമുണ്ട്. ഓക്കെ, നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. പക്ഷേ കെമിസ്ട്രി പഠിക്കാൻ ആകെ 2 ദിവസമേ ഉള്ളൂ. അതുപോലെ ബയോളജി പഠിക്കാനും അവിടെ സമയമുണ്ട്, 5 ദിവസം ബയോളജി പഠിക്കാനും നമുക്ക് സമയമുണ്ട്. അപ്പോൾ നമുക്ക് സമയം കുറവുള്ള സബ്ജക്റ്റുകൾക്ക് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മളൊരു ആൾട്ടർനേറ്റീവ് പ്ലാൻ കണ്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഞാൻ ഫെബ്രുവരി 2 ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്നാണ് ആക്ച്വലി ഈ ഒരു പ്ലാൻ തയ്യാറാക്കി കേട്ടോ. ChatGPT വെച്ച് ഉണ്ടാക്കിയാണ്, ചില പ്രോംപ്റ്റ് എക്സ്ട്രാ കൊടുത്ത് നിങ്ങൾ ടൈം ടേബിളൊക്കെ കൊടുത്ത് അനലൈസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഫെബ്രുവരി 22 നോക്കുകയാണെങ്കിൽ 11 ഡേയ്സ് ബിഫോർ ഫസ്റ്റ് എക്സാം, നിങ്ങളുടെ ഫസ്റ്റ് എക്സാമിലേക്ക് 11 ദിവസമാണുള്ളത്. അതായത് ഇനി ഈ വീഡിയോ കാണുന്ന ദിവസം മുതൽ 10 ദിവസമെങ്കിലും എന്തുള്ളൂ നിങ്ങളുടെ എക്സാമിനാകെ നിങ്ങളുടെ മുന്നിൽ ബാക്കിയുള്ളൂ അല്ലേ. അപ്പോൾ അതെ, ഇനി നമ്മൾ ഈ ഫെബ്രുവരി 22 മുതൽ 25 നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ലാംഗ്വേജും ഇംഗ്ലീഷുമാണ്. ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഡെയിലി പ്ലാൻ നോക്കി നിങ്ങൾ. ഇവിടെ മോർണിംഗ് നമ്മൾ ഗ്രാമറും ഫോർമാറ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഫോർനൂൺ നമ്മൾ 1 ചാപ്റ്റർ റിവിഷൻ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ സമ്മറി ആയിക്കോട്ടെ. പിന്നെ നമ്മൾ ആഫ്റ്റർനൂൺ റൈറ്റിംഗ് പ്രാക്ടീസ്, എസ്സേ ആയിക്കോട്ടെ, ലെറ്റേഴ്സ് ആയിക്കോട്ടെ, സ്പീച്ച് ആയിക്കോട്ടെ, അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ വായിച്ച് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എക്സാം വളരെ ഈസി ആയിരിക്കും. നിങ്ങൾക്കൊരു കറക്റ്റ് പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എക്സാം എഴുതി കഴിയാനും കഴിയും. ഇപ്പോൾ നിങ്ങൾ പലപ്പോഴും നമ്മുടെ വിഷയം 2.5 മണിക്കൂർ പരീക്ഷയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ പറഞ്ഞ രീതി, അതായത് ലൈക്ക് ഒരു 2.5 മണിക്കൂറിലൊന്ന് 80 മാർക്കിന് പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടികൾ എന്ന് പറഞ്ഞാൽ നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു എഴുതാൻ കഴിയില്ല. ചില ആളുകൾ 1 മണിയാകുമ്പോഴത്തേക്ക് കഴിഞ്ഞു പോകും. അവരെ പറ്റി നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, എന്താ സാർ നിങ്ങൾ മോശക്കാരാക്കുക, അങ്ങനെയല്ല. നമ്മളിത് കൃത്യമായി വർക്കൗട്ട് ചെയ്താൽ നമുക്കിത് പ്രാക്ടീസ് എടുക്കാൻ സാധിക്കും. അപ്പോൾ അത് നമ്മളൊരു കുറവാണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരിക്കലും കാണരുത്. അത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുത്താൽ 2.5 മണിക്കൂർ കറക്റ്റ് എഴുതി 80 മാർക്ക് നമുക്ക് വാങ്ങാം. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, റൈറ്റിംഗ് എഴുതി പ്രാക്ടീസ് ചെയ്യാനുള്ള സാധനം, അത് സ്പീച്ച് ആയിക്കോട്ടെ, പ്രൊഫൈൽ ആയിക്കോട്ടെ, ക്യാരക്ടർ സ്കെച്ച് ആയിക്കോട്ടെ, അതൊക്കെ മാക്സിമം എഴുതി പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, എക്സാമിൽ ഒന്ന് സ്പീഡ് ആയിക്കോട്ടെ. ഈവനിങ് എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഓൾറെഡി മോഡൽ എക്സാംസ് ഒന്നും എത്രയോ സെറ്റ് എക്സാംസ് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. ഞാൻ തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയുടെ താഴെ ലിങ്ക് ഇട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്താൽ പ്രാക്ടീസ്. ഓക്കെ, പിന്നെ
26, 28 നമ്മൾ വീണ്ടും സെക്കൻഡ് ലാംഗ്വേജ് പ്ലസ് ഹിന്ദിയാണ്. ഹിന്ദി നമ്മൾ അവിടെയും കൊടുക്കുന്നത്, സെക്കൻഡ് ലാംഗ്വേജ് പ്ലസ് ഹിന്ദി നമ്മൾ കൊടുക്കുന്നത്. അവിടെ മോർണിംഗ് പോയട്രി, ഗ്രാമർ ഉണ്ടെങ്കിൽ ഫോർ ഇമ്പോർട്ടൻറ്റ് ലെസൺസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമ്മറീസ് ആണ്, ചാപ്റ്റർ സമ്മറീസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റൈറ്റിംഗ് സെഷൻ നമ്മുടെ ആഫ്റ്റർനൂൺ പ്രാക്ടീസ് ചെയ്യാം, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യും. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ദിവസത്തെ കൃത്യമായ രീതിയിൽ നമ്മൾ 4 ഘട്ടങ്ങളായിട്ട് നമ്മൾ പഠിച്ചാൽ പഠിക്കാൻ കഴിയും. ഇനി മാർച്ച് 1, 2 ഇപ്പോൾ 4 ദിവസം പരിപാടി കഴിഞ്ഞ് മാർച്ച് 1, 2 നമ്മൾ മാത്സാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. മാത്സ് സ്റ്റാർട്ട് ഏർലി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം മാത്സ് നമ്മൾ തുടക്കം മുതലേ നമ്മൾ ചെയ്തു തുടങ്ങിയാലേ നമുക്ക് എല്ലാം കൃത്യമായി വർക്കൗട്ട് ചെയ്ത് കഴിയും. ഇപ്പോൾ മോർണിംഗ് നമ്മൾ ഫോർമുല റിവിഷൻ, അതായത് ഓരോ ചാപ്റ്ററിൻ്റെയും ഫോർമുലാസ് ഉണ്ട്, നമ്മൾ റിവിഷൻ നടത്തണം. ഫോർമുല നമുക്ക് അൾജിബ്ര, ജിയോമെട്രിയോ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ആഫ്റ്റർനൂൺ ടൈം ബൗണ്ട് പ്രാക്ടീസ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പോൾ ആഫ്റ്റർനൂൺ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മൾ നേരത്തെ ഒക്കെ കാണാൻ കഴിയും, നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഞാൻ ആഫ്റ്റർനൂണിലൊക്കെ സെറ്റ് ചെയ്തു. എന്താ കാരണം, ആഫ്റ്റർനൂൺ പലപ്പോഴും നമ്മൾ ഉറക്കമൂട്ടിൽ പോകും. നമ്മൾ പുസ്തകം വായിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഓട്ടോമാറ്റിക് ഉറങ്ങിപ്പോകും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിലോ നമ്മൾ കുറച്ചും കൂടി ആക്റ്റീവ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെയ്ത് പഠിക്കാൻ എഴുതാനുള്ള പരിപാടിയൊക്കെ നമ്മൾ ആഫ്റ്റർനൂൺ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആഫ്റ്റർനൂൺ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം ബൗണ്ട് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ ടൈം ബൗണ്ട് ആയി നല്ല ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ 2 മിനിറ്റ് എടുക്കും, 3 മിനിറ്റ് എടുക്കും, മാക്സിമം 5 മിനിറ്റ് എടുക്കും. ആ സമയത്ത് നമ്മൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയി ചെയ്യാൻ പഠിക്കണം. അങ്ങനെ ചെയ്യാൻ പഠിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, മാക്സിമം ഫാസ്റ്റായി ചെയ്യാനും നല്ല എക്സാമിന് 2.5 മണിക്കൂറിനുള്ളിൽ 80 മാർക്കിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. സമയം ഇമ്പോർട്ടൻ്റ്, നമുക്ക് ഒരുപാട് സമയം പരീക്ഷ കിട്ടില്ല. അപ്പോൾ അപ്പോൾ നമ്മളെ മനസ്സിൽ വേണം ടൈം സെറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ മാർച്ച് 1, 2 നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പിന്നെ മാത്സ് പഠിക്കാൻ വേണ്ടി പോകണം. ഈവനിങ് നോക്കി നിങ്ങൾ മിസ്റ്റേക്ക് കറക്ഷൻ, മാത്സ് ആണ് എന്തായാലും തെറ്റിപ്പോണ സമയത്ത് എവിടെ തെറ്റി, എന്തുകൊണ്ട് തെറ്റി, ഇത് നമ്മൾ സ്വയം മനസ്സിലാക്കണം. അയ്യോ എനിക്ക് തെറ്റിപ്പോൾ എനിക്കിതറിയില്ല, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് മാത്സ് നല്ല ഒരു വിഷയം പഠിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാനതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ കാണണം. കാരണം ഒരു സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ എന്തല്ല, വെറുതെ ഒരു ടൈം ടേബിൾ ഇട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്, അത് ഫോളോ നമുക്ക് എങ്ങനെ പഠിക്കണം എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് പിന്നെ എന്ത് ചെയ്യണം, ഈവനിങ്ങിൽ എന്തായാലും മിസ്റ്റേക്ക് ഉണ്ടാവും, നമ്മൾ മാത്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടാവും, അത് നമുക്ക് കറക്റ്റ് എവിടെ എനിക്ക് തെറ്റു പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, അത് നമ്മൾ ക്ലിയർ ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ പോർഷൻ തീരെ അറിയില്ല എന്ന് തോന്നാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വീഡിയോസോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കാം. ഇനി മാർച്ച് 3 പോകുമ്പോൾ നമ്മൾ ഫിസിക്സ് ആണ്, നമ്മളൊരു എന്തെങ്കിലും കൺസെപ്റ്റ് റിവിഷൻ പ്ലസ് ന്യൂമറിക്സ്, ഫിസിക്സിലെ കുറേ കാര്യങ്ങൾ ചെയ്ത് പഠിക്കാണ് അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് പഠിക്കാം. പിന്നെ മാർച്ച് 4 എന്ന ഫസ്റ്റ് ലാംഗ്വേജ് ഫൈനൽ റിവിഷൻ നമ്മൾ പോകാം അല്ലേ. ഫൈനൽ ലാംഗ്വേജ് എക്സാം ആണ് 5 നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, അതിലേക്ക് നമ്മൾ പോവാണ്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, പിന്നെ നോ ന്യൂ ലെസൺസ്, ഓൺലി ക്വിക്ക് പോയിന്റ്സ്, സ്ലീപ്പ് ഏർലി. ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മൾ പുതിയ കാര്യം പരീക്ഷണ തലേ നമ്മൾ പഠിക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല. അപ്പം എന്ത് ചെയ്യണം, അതിൻ്റെ മുന്നേ നമ്മുടെ പരീക്ഷയുടെ ഒരു ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ പഠിച്ച ഏത് ദിവസങ്ങളാ, നമ്മൾ 26-ാം തീയതി 28-ാം തീയതി അതുപോലെ തന്നെ 22 മുതൽ 25 വരെ നമ്മൾ ഫസ്റ്റ് ലാംഗ്വേജ് അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് നമ്മൾ അടിപൊളിയായി പഠിക്കുന്നുണ്ട്. അത് നമ്മൾ എവിടെ റിവൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഈ 4-ാം തീയതി നമ്മൾ റിവൈസ് ചെയ്യാൻ വേണ്ടി പോകണം. മാക്സിമം എന്ത് ചെയ്യുക, പുതിയ കാര്യങ്ങൾ പഠിക്കാതെ പഠിച്ച കാര്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. ഏർലി സ്ലീപ്പ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ കടന്നു തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, പിന്നെ പിറ്റേ ദിവസം പരീക്ഷ നല്ല എനർജറ്റിക്കായി എണീക്കാൻ കഴിയും. റെഡി, ഇനി ഒരു പരീക്ഷ കഴിഞ്ഞു, ഇനി ഫേസ് 2 നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് ബിറ്റ്വീൻ എക്സാം സ്ട്രാറ്റജി. ഓരോ പരീക്ഷൻ്റെ ഇടയിൽ നമ്മൾ എങ്ങനെ പഠിക്കണം, പരീക്ഷ ഇടയിൽ നിങ്ങൾ നോക്കി നിങ്ങൾ ഇത് നമുക്കുള്ളത് എന്താണ്, നൗ ദിസ് ഈസ് വെർ A+ സ്റ്റുഡൻസ് വിൻ. ഇവിടെയാണ് ഒരു A+ എന്ന് പറഞ്ഞൊരു കുട്ടി അല്ലെങ്കിൽ A+ലേക്ക് മാർക്ക് നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുടെ സ്ട്രാറ്റജികളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് നോക്കി നിങ്ങൾ, ഈ എക്സാം 5-ാം തീയതി പരീക്ഷ കഴിഞ്ഞു, ഫസ്റ്റ് ലാംഗ്വേജ് കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾക്ക് 5-ാം തീയതി വേണമെങ്കിൽ 5-ാം തീയതി നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇനി 6 മുതൽ 8 വരെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ പ്രിപ്പറേഷൻ, അവിടെ നമ്മൾ ഇനി വേറെ സബ്ജക്റ്റ് ഒന്നും നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി ഒരു 1-ാം തീയതി ഡേ 1 നമ്മൾ ഫുൾ സിലബസ് റിവിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ചാപ്റ്ററിൻ്റെയും സമ്മറി നിങ്ങൾ അന്ന് പഠിച്ചിരിക്കണം. അതായത് ഓരോ ചാപ്റ്ററിലും എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങളുടേതായ രീതിയിലെങ്കിൽ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടായിരിക്കണം. ഓരോ ചാപ്റ്റേഴ്സും ഇത് എന്താണ് ഈ ചാപ്റ്റർ സമ്മറി, ഈ ചാപ്റ്റർ എന്താണ്, ചാപ്റ്ററിന്റെ പേര് കേൾക്കും, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം, നമ്മുടേതായ രീതിയിൽ അറിഞ്ഞിരിക്കണം. ഡേ 2 എന്താണ്, മോഡൽ പേപ്പറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അവൈലബിൾ ആണല്ലോ. ആ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന ദിവസമാണ് 2-ാം ദിവസം. 3-ാം ദിവസമാണ് ക്വിക്ക് റിവിഷൻ. ആ ക്വിക്ക് റിവിഷൻ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം, ഇനി ഒന്നുകൂടി എഴുതി പഠിക്കാൻ തോന്നുന്നത് അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾക്ക് ആ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, പരീക്ഷയുടെ ഇടയുള്ള ദിവസം. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ കുറച്ചും കൂടി പരീക്ഷയുടെ ആവേശമുണ്ട്. കാര്യം ഒരു പബ്ലിക് എക്സാം ഒന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ട്, നല്ലപോലെ നമുക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസും ഒക്കെ വന്ന് നമ്മളിങ്ങനെ പരീക്ഷ യെസ് നമുക്ക് അടുത്തത് എനിക്ക് സെറ്റ് ചെയ്യണം, അങ്ങനെ ഒരു പോസിറ്റീവ് വൈബിലേക്ക് നമ്മൾ എത്തുന്ന സമയമാണ് ബിറ്റ്വീൻ ദ എക്സാമിൻ്റെ ഇടയിലുള്ള സമയം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ആ രീതിയിൽ സെറ്റ് ചെയ്യുക. ഇനി ആഫ്റ്റർ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞാൽ ഞാൻ നേരത്തെ നമുക്ക് അധികം സമയമില്ല. മാർച്ച് 10 സെക്കൻഡ് ലാംഗ്വേജ് ഫൈനൽ റിവിഷൻ നടത്തുക, ക്വിക്ക് റിവിഷൻ നമുക്ക് അധികം സമയമുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പരീക്ഷയിൽ പോവാണ്. മാർച്ച് 11 പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് എക്സാം ആണ്, ഹിന്ദിയാണ്. പിന്നെ അന്ന് സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഹിന്ദി പരീക്ഷയാണ് മാർച്ച് 12 നമ്മൾ ഹിന്ദി ഫൈനൽ റിവിഷൻ. അതിൽ ഫോക്കസ് ഓൺ ഗ്രാമർ പ്ലസ് ഫോർമാറ്റ്. ഗ്രാമർ നോക്കണം, ഫോർമാറ്റുകൾ കറക്റ്റ് പഠിക്കണം. ഫോർമാറ്റ് ഏതാ, നിങ്ങൾക്ക് ലെറ്റർ എഴുതാനുണ്ടായിരിക്കും, പിന്നെ ഡയറി എഴുതാനുണ്ടായിരിക്കും, പോസ്റ്റർ ഉണ്ടാക്കാനുണ്ടായിരിക്കും, പിന്നെന്താ വാർത്താലാവ് മറ്റേ വർഷമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഫോർമാറ്റുകൾ കറക്റ്റ് പഠിച്ചു. ആ ഫോർമാറ്റിന് തന്നെ കറക്റ്റ് മാർക്ക് ഉണ്ട് കേട്ടോ.
അപ്പോൾ ആ മാർക്ക് നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. പിന്നെ 13-ാം തീയതി ഹിന്ദി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാത്സ് ആണ്. മാത്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ദിവസമാണ്. മാത്സ് നമുക്ക് ആകെ 2 ദിവസമേ ഉള്ളൂ. 14-ാം തീയതി നമുക്ക് 14-ാം തീയതി രാത്രി നമുക്ക് സമയം ഇല്ല. 13-ാം തീയതി മാർച്ച് 13 നമുക്ക് സമയം കിട്ടും. 13, 14 മാത്സ് ആണ് 2 സ്ട്രോങ് ഡേയ്സ്. അവിടെ കറക്റ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഡേ 1 ഡിഫിക്കൽട്ട് ചാപ്റ്റേഴ്സ് നിങ്ങൾ പിന്നെ ഡിഫിക്കൽട്ട് ചാപ്റ്റേഴ്സ് ഡേ 1 ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ചോദിക്കുക ആ ചാപ്റ്റേഴ്സ് മാത്രം അന്ന് എടുത്ത് കറക്റ്റ് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് ആ ചാപ്റ്റർ നിങ്ങൾ മാർക്ക് കൂട്ടിയിട്ട് ഇത്ര മാർക്ക് എനിക്ക് എന്തായാലും ഞാൻ ആ ദിവസം ഞാൻ സെറ്റ് ചെയ്ത് നിങ്ങൾ ഉറപ്പാക്കണം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഡേ 2 എത്തുമ്പോൾ നിങ്ങൾ ഫുൾ മോഡൽ എക്സാം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുക. കാരണം നമുക്ക് ഇത്ര ദിവസം കാരണം നമ്മൾ ഓൾറെഡി മാത്സ് അവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ 1-ാം തീയതി 2-ാം തീയതി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മാത്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഡേ മൊത്തം നമ്മൾ മാത്സ് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് 2 ദിവസം അവിടെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഞാൻ വളരെ എഫക്റ്റീവ് പ്ലാനാണിത്. നിങ്ങൾക്ക് കൃത്യമായ ഒരു കുട്ടി ഫോളോ ചെയ്യുകയാണെങ്കിൽ അറ്റ് ദ എൻഡ് പരീക്ഷ കഴിയുമ്പോൾ A+ എന്നതിലേക്ക് നിങ്ങൾ എത്തും. ആ സമയത്ത് നിഹാൽ സാർ എന്ന് ഓർത്താൽ മതി. തമാശ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഈ നമ്മൾ എക്സാം കഴിഞ്ഞു. മാർച്ച് 16 മാത്സ് കഴിഞ്ഞ് പിന്നെ നമ്മൾ മാർച്ച് 17 ഫിസിക്സ് ആണല്ലോ. നമുക്ക് മാർച്ച് കുറച്ച് ദിവസമുള്ളേ ഫിസിക്സ് ഫൈനൽ റിവിഷൻ നടത്താൻ. ന്യൂമറിക്സും ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ നോക്കുക. മാർച്ച് 18 ഫിസിക്സ് എക്സാം ആണ്. കാരണം ഫിസിക്സ് കുറച്ച് ദിവസമുള്ളൂ. 19 മുതൽ 22 വരെ നമുക്ക് സോഷ്യൽ സയൻസ് പഠിക്കാം. ഓക്കെ, നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഫിസിക്സ് വേണമെങ്കിൽ എന്ത് ചെയ്യാം 16-ാം തീയതി 17-ാം തീയതി നന്നായി നിങ്ങൾ എന്ത് ചെയ്യുക ഫിക്സ് വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫൈനൽ റിവിഷൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ പിന്നെ തന്ന ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഒരുപാട് സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പിന്നെ 18-ാം തീയതി ഫിസിക്സ് കഴിഞ്ഞാൽ സോഷ്യൽ ഇഷ്ടമുള്ള സമയമുണ്ട്. പിന്നെ നിങ്ങൾക്ക് അവിടെ ഡേ 4 ദിവസം സമയമുണ്ട്. അത് ഹിസ്റ്ററിയും ജോഗ്രഫി ഇവിടെ സിവിക്സ് എക്കണോമിക്സ് നമുക്ക് ഉദ്ദേശിക്കുന്ന വിത്തിൻ ദ സോഷ്യൽ ഉള്ള സാധനമാണ്. നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. നമുക്കത് എന്ത് ചെയ്യാം സോഷ്യൽ സയൻസ് വേണം, ഹിസ്റ്ററി ആക്കാം, ജോഗ്രഫി ആക്കാം. ഇപ്പോൾ ഡേ 3 നമുക്ക് എന്ത് ചെയ്യാം പിന്നെ ഷോർട്ട് നോട്ട് അല്ലേ ഷോർട്ട് നോട്ട് ആക്കാം. ഷോർട്ട് നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ സെറ്റ് ചെയ്ത് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡേ 4 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മാപ്പ് പ്രാക്ടീസ്. മാപ്പ് ഒരു 4 മാർക്കിന് ഷുവർ എന്തായാലും മാപ്പ് ഉണ്ടായി കുറേ സമയങ്ങൾ മാറ്റി വെച്ചാൽ മതി. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഇനി നമ്മൾ നേരത്തെ പിന്നെ 23-ാം തീയതി സോഷ്യലിന് പരീക്ഷ കഴിഞ്ഞ് പിന്നെ സോഷ്യൽ എന്താണ് മിസ്റ്റേക്ക് ആയോ ഓക്കെ പിന്നെ 23-ാം തീയതി സോഷ്യലിൻ്റെ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ 24-ാം തീയതി കെമിസ്ട്രി ആണല്ലോ അല്ലേ. അവിടെ നിങ്ങൾക്ക് ഇക്വേഷൻസും റിയാക്ഷൻസും മോഡൽ പേപ്പറും കൂടി നോക്കാൻ ആകെ നമുക്കൊരു ദിവസം സമയമുള്ളൂ. 24-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റ് അതിനുവേണ്ടി നിങ്ങൾ മാറ്റി വെക്കുക. നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ സോഷ്യൽ സയൻസ് പഠിക്കാൻ 4 ദിവസം ആവശ്യമില്ല നിങ്ങൾ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക ഒരു ദിവസം നിങ്ങൾക്ക് കെമിസ്ട്രിക്ക് വേണ്ടി മാറ്റി വെക്കാം. ഓക്കെ, ഏത് ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ദിവസം ഡേ 1 നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഓൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കെമിസ്ട്രിക്ക് കൂടി വേണമെങ്കിൽ മാറ്റി വെക്കാം കേട്ടോ. ഹിസ്റ്ററി ഓർ കെമിസ്ട്രിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിസ്റ്ററി കെമിസ്ട്രിക്ക് വേണമെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എന്താണ് പിന്നെ ഇക്വേഷൻസ് ആഫ്റ്റർ ഈ മാർച്ച് 23 സോഷ്യൽ സയൻസ് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ പഠിക്കാം. 25-ാം തീയതി എന്ത് കഴിയാണ് കെമിസ്ട്രി കഴിയാണ്. പിന്നെ 26 മുതൽ 29 വരെ ബയോളജി പഠിക്കാൻ ഇഷ്ടംപോലെ സമയം. നിങ്ങൾ ബയോളജി നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ദിവസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കൃത്യമായ രീതിയിൽ റിവൈസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ അങ്ങനെ കറക്റ്റ് പഠിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലേക്ക് A+ എത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് ഡെയിലി ഒരു സ്റ്റഡി സ്ട്രക്ചർ. നിങ്ങൾ രാവിലെ 5:30 എണീക്കണം. അപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പലരും രാവിലെ എണീക്കുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ എണീക്കുന്ന ആൾക്കാരുണ്ടോ. നിങ്ങൾ അതാണെങ്കിൽ നിങ്ങൾ ആ സമയം നിങ്ങൾ കറക്റ്റ് യൂട്ടിലൈസ് ചെയ്യാം. എന്താണ് കറക്റ്റ് രാവിലെ ഫ്രഷ് ആയ സമയത്ത് ടഫ് സബ്ജക്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ടഫായി തോന്നുന്ന ചാപ്റ്റേഴ്സ് ആ സമയത്ത് പഠിക്കുക. പിന്നെ ഒരു 10 മുതൽ ഒരു 1 മണി വരെ ഞാൻ പറഞ്ഞ റൈറ്റിംഗ് പ്രാക്ടീസ് നിങ്ങൾ എഴുതി പഠിക്കാൻ ശ്രമിക്കുക. ഒരു 2 മുതൽ 5 മണി വരെ മോഡൽ എക്സാംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. 7 മുതൽ 9 വരെ ലൈറ്റ് റിവിഷൻ. അതായത് നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യം ഓർത്തെടുക്കുക. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവല്ലോ, ആ ഷോർട്ട് നോട്ടൊക്കെ വെച്ച് പഠിച്ച കാര്യം റിവൈസ് ചെയ്ത് റീകോൾ ചെയ്തെടുക്കുക. കറക്റ്റ് ഒരു 9:30 10 o'clock ആകുമ്പോൾ നിങ്ങൾ കടന്ന് ഉറങ്ങാം. ഉറക്കം ഇമ്പോർട്ടൻ്റാണ്. ഉറങ്ങാതെ ശരീരത്തിന് എനർജി ഇല്ലാതെ ഈ ഒരു മാസം ഒന്നും ചെയ്യാൻ കഴിയില്ല. നന്നായി ഭക്ഷണം കഴിക്കണം, അതുപോലെ തന്നെ നന്നായി ഉറങ്ങുകയും വേണം. ഉറക്കവും ഭക്ഷണവും കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. ഇനി ഈ പറഞ്ഞതിലേക്ക് ഒരു A+ ഫൈനൽ സീക്രട്ട് നമുക്ക് ചില ടിപ്സ് തരുന്നുണ്ട്. എന്താണ് 3 റിവിഷൻ ബിഫോർ ഈച്ച് എക്സാം. ഓരോ എക്സാമിന് മുന്നേ നമ്മൾ ഏറ്റവും മിനിമം 3 തവണയെങ്കിലും നമ്മൾ റിവൈസ് ചെയ്യണം. അത് ക്വസ്റ്റ്യൻ ആയിട്ടും പിന്നെ ചാപ്റ്റർ റിവിഷൻ ആയിട്ടും സമ്മറി ആയിട്ടും ഇക്വേഷൻസ് ഒക്കെ ആയിട്ട് നമ്മളൊരു 3 തവണ റിവൈസ് ചെയ്യണം. 2 മോഡൽ പേപ്പർ മിനിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. 2 അല്ല 3 സെറ്റ് പേപ്പർ ഓൾറെഡി കിട്ടും. അതിൻ്റെ ലിങ്ക് കിട്ടില്ലെങ്കിൽ താഴെ ഞാനത് ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അത് വെച്ച് എന്ത് ചെയ്യുക ആ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ആൻഡ് അണ്ടർലൈൻ ദ കീവേഡ്സ് ഇൻ എക്സാംസ് അല്ലെ പ്രധാനപ്പെട്ട കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അറ്റംപ്റ്റ് ഫുൾ പേപ്പർ എല്ലാ പേപ്പേഴ്സും നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഒരു സ്റ്റഡി പ്ലാൻ. പലരും എന്നെ ചോദിക്കുന്നത് സാർ ഒരു സ്റ്റഡി പ്ലാൻ തരുമോ എന്നുള്ളത്. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി നിങ്ങൾ എല്ലാ ഫ്രണ്ട്സും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ ക്ലാസ് റൂമിൽ ഒരു കുട്ടി പോലും എന്ത് ചെയ്യരുത് ഇങ്ങനെ ഒരു പരിപാടി ഇല്ല എന്നറിയത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് വേണ്ട എനിക്ക് മാത്രം A+ കിട്ടിയാൽ മതി, അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിക്കും. ചിലപ്പോൾ നമുക്ക് മനസ്സിലൊരു കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ പലരും പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്. ആരും അങ്ങനെ എന്താ പറയുക മോശക്കാരൊന്നുമല്ല. എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് എന്തൊക്കെയോ ചുറ്റുപാട് കൊണ്ട് നമ്മൾ അങ്ങനെ ആയിപ്പോകുന്ന. അപ്പോൾ നമ്മൾ എന്തായാലും ചെറിയ കുറുമ്പൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവും. അതൊക്കെ നമ്മൾ ചെറുതായിട്ട് മാറ്റി വെച്ചിട്ട് എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരോട് നിങ്ങൾ പറയാം സമയം നമ്മുടെ മുന്നിൽ ഇനിയും ഉണ്ട്.
നീ ഇതനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ PDF ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവായി പഠിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എപ്പോഴും പഠിക്കുക, നല്ല മക്കളായിട്ട് ഉണ്ടാവുക. അല്ലാതെ എന്താ പറയാനുള്ളത് അല്ലേ, പരീക്ഷയുടെ അവസാനം എത്തിയിട്ടുണ്ട്, ഒരുപാട് പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും. എനിക്കറിയില്ല, ഒരു SSLC എന്ന് പറയുമ്പോൾ എല്ലാവർക്കും, ഇപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ എൻ്റെ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ഒരുപാട് കുട്ടികളുണ്ട്. എനിക്കൊക്കെ അവരെ കാണുമ്പോൾ ചില സമയത്ത് ഭയങ്കര സങ്കടവും ചില സന്തോഷവും, കാരണം ഇവരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണം, ഭയങ്കര ഇതുണ്ട് അതിൽ. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല മക്കളായിട്ട് പഠിക്കുക. ഇത്രയും സൗകര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഫെസിലിറ്റീസ് ഒക്കെ വരുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ്. ഇനി എന്താണ് നിങ്ങളെ ഇത് വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഇത് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യം താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇനി എന്താണ് നിങ്ങളുടെ നെക്സ്റ്റ് ഒരു ഇഷ്യൂ നിങ്ങൾ മുന്നിൽ വരുന്ന കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്കൊരു കമ്മ്യൂണിറ്റി ആയിട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് 10ാം ക്ലാസ്സിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതുവഴി അടുത്ത വർഷം നല്ല മാർക്ക് +1 നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് എടുക്കാനും അത് അടിപൊളിയായി പോകാനൊക്കെ എപ്പോഴും നിഹാൽ സാർ സപ്പോർട്ട് നിങ്ങളെ കൂടെ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ല മക്കളായി പഠിക്കുക. ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്.